സ്വാമി ശരണമയ്യപ്പ. ഈ ഒരു മണ്ഡലകാലത്ത് എൻ്റെ നാട്ടിൽ കർപ്പൂരാഴി നടന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നടക്കുന്നത്. അതിൻ്റെ തലേ ദിവസമുള്ള ഒരുക്കത്തിൽ ഞങ്ങളെല്ലാവരും സജീവമാണ്. രാവിലെ ഗുരുസ്വാമിയുടെ കാർമ്മികത്വത്തിൽ ആദ്യം ക്ഷേത്രത്തിന് കാലുനാട്ടി അയ്യപ്പൻ വിളക്ക് മഹോത്സവം പോലെ തന്നെയാണ് നമ്മുടെ പ്രദേശത്തൊക്കെ കർപ്പൂരാഴി നടക്കുന്നത്. ഒരുപക്ഷെ അടുത്തൊരു വർഷം ഇത് ഏകദേശം ഒരു അയ്യപ്പൻ വിളക്കായി മാറും. അപ്പോൾ കാൽനാട്ടൽ കർമ്മം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഏകദേശം അമ്പലത്തിൻ്റെ വർക്കുകളൊക്കെ ഈ ഒരു രീതിയിലേക്കായി, പൈതി മുക്കാലായി. എല്ലാവരും സജീവ പ്രവർത്തനത്തിലാണ്. പുറത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഉച്ചഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയപ്പോത്തി അമ്പലം പണിയൊക്കെ ഏകദേശം പൂർത്തിയായി. പ്രതിഷ്ഠ കഴിഞ്ഞു. അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. വൈകിട്ട് താലപ്പൊലി എടുക്കാൻ കത്തിക്കുന്നിടത്താണ് ഈ ഒരു കാഴ്ച. കോമരക്കാരായ 3-4 ആളുകളുണ്ട്. താലപ്പൊലിയുണ്ട്. അതുപോലെ ഒരുപാട് അയ്യപ്പന്മാർ കർപ്പൂരായി ശരണവിളിയോടെ കൂടെയുണ്ട്. താലപ്പൊലിയൊക്കെ നല്ല ഭംഗിയായി. നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാരും അനിയത്തിമാരെല്ലാവരും നല്ല ഭംഗിയായി അതിൽ സജീവമായി. ഈ നാട്ടിൽ ഒരുപാട് ആളുകളും കൂടി അങ്ങനെ താലപ്പൊലി 1.5 കിലോമീറ്റർ പിന്നിട്ട് നമ്മുടെ സന്നിധിയിലേക്ക് എത്തിയൊരു ദൃശ്യമാണ്. ഏതായാലും നല്ല അടിപൊളി പരിപാടിയാണ് ഈ മണ്ഡലകാലത്തും നാട്ടിൽ നടന്നത്. ഈ പ്രദേശത്ത് മുഴുവൻ പ്രദേശങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വില്ലേജ് വ്ളോഗർ യൂട്യൂബ് ചാനലിൻ്റെ ഒരു മണ്ഡലകാല ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി നമുക്ക് ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് വരും എന്ന് അറിയിക്കുകയാണ്. കാരണം ഞങ്ങളുടെ യാത്ര കാനനപാതയിലൂടെയുള്ള യാത്രയാണ് ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ആ വീഡിയോ വരും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.